അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗ്ലൂർക്കാർ സ്പെഷ്യലായ കോരി റൊട്ടിയുടെ വീഡിയോ ആയിട്ടാണ്. റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. ഇത് ഞാൻ മംഗലാപുരത്തുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ മോള് പറഞ്ഞു ഉമ്മ മംഗലാപുരത്ത് ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്, ഈ കോരി റൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു റൊട്ടി കിട്ടും ഉമ്മ, അത് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ മികവോളം ഒരു 2 ദിവസം പറഞ്ഞിട്ട് എന്നെ അതിലേക്ക് കൊണ്ടുവന്ന് ഞാനിത് വാങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല രസം ഉണ്ടാകുന്നുണ്ട്. ഞാൻ തലേന്ന് ചിക്കൻ കറിയെല്ലാം നല്ല വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ വെച്ചു. എന്നിട്ട് നമ്മുടെ കോരി റൊട്ടി രാവിലെ തന്നെ പാക്കെല്ലാം പൊട്ടിക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ലഡു പൊട്ടീന്. കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഇതില്ലേ കോയലപ്പെല്ലാം പോലെ ഉണ്ട് കാണുമ്പോൾ. ഞാൻ വെച്ചാൽ അല്ല, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുളം തന്നെ. നമ്മൾ നിങ്ങത്തൊന്നും കഴിച്ചിട്ട് ശീലയില്ലല്ലോ. നമ്മളെല്ലാം നല്ല സോഫ്റ്റുള്ള സാധനമല്ലേ കഴിച്ചത്. ഈ മംഗലാപുരക്കാരെ പോലെ ഹാർഡുള്ള സാധനമൊന്നും കഴിച്ചിട്ടുള്ള ശീലയില്ലല്ലോ. എൻ്റെ മുഖം മാറീന്. ഞാൻ മോളോട് പറഞ്ഞു, മോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ഉമ്മ, ഇത് ആയിട്ടില്ല ഉമ്മ, ഇത് നിങ്ങൾ പ്ലേറ്റിലേക്ക് ഒരു റൊട്ടി ഇടുക, എൻ്റെ ഈ കറി നല്ലോണം ഇതിൻ്റെ സോക്ക് ചെയ്യുക, എന്നിട്ട് കഴിക്കുമെന്ന് പറഞ്ഞു. കഴിച്ചപ്പോഴല്ലേ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയത്. അടിപൊളി സംഭവം തന്നെ കേട്ടോ. നല്ല സോഫ്റ്റ്, നമ്മൾ നല്ലോണം കറി ഒഴിച്ചിട്ട് ഇതിനെ സോക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ദോശ പോലെ ആവുന്നു ഇത്, നല്ല സോഫ്റ്റായിട്ട്. എന്നിട്ട് നമ്മൾ കറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു ഫംഗ്ഷനിലുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് വെക്കാനും നല്ലതാണ്. അതുകൊണ്ട് ഇനി മംഗലാപുരത്ത് വന്നു കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങാൻ മറന്നുകൊണ്ടാണ്. കോരി റൊട്ടി എന്ന് പറഞ്ഞാൽ പാക്കറ്റിൽ കിട്ടും. ആവശ്യങ്ങൾക്ക് വെക്കാനും നല്ല രസമുണ്ട്, തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതായാലും എല്ലാ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തു, നല്ല മനസ്സോടുകൂടെ ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, എളുപ്പ പണിയാണ്. നമുക്കിത് കുറച്ച് 1-2 പാക്കറ്റ് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരോട് പറയാം. മംഗലാപുരമൊക്കെ താമസിക്കുന്ന എന്നെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ, എടാ നമ്മൾ കറി ഉണ്ടാക്കിയമ്മ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിയിട്ട് കഴിക്കുക. എന്നിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.